ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാവുന്ന അപേക്ഷകളും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഏതൊക്കെയാണെന്നൊന്ന് ഓർമ്മിപ്പിക്കാം. കേരള സർവകലാശാല എൻട്രൻസ് മുഖേനയുള്ള PG പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അവസാന തീയതി ഏപ്രിൽ 30 കേരള സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ കീം 2024 +2 കഴിഞ്ഞ സയൻസ് വിദ്യാർത്ഥികൾക്ക് കീമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതുപോലെ എഞ്ചിനീയറിംഗ് മാത്രമല്ല, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ നീറ്റ് എഴുതുന്ന കുട്ടികളും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി, സ്റ്റേറ്റ് കോട്ട കിട്ടുന്നതിന് വേണ്ടിയിട്ട് കീമിൽ രജിസ്റ്റർ ചെയ്യണം. എക്സാം എഴുതേണ്ടതില്ല. ഇപ്പോൾ കീം 2024 ഏപ്രിൽ 17 വരെ അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിലുള്ള അപേക്ഷയാണ് നമുക്കറിയാം. അതുപോലെ MG CAT ഓൺലൈൻ രജിസ്ട്രേഷനാണ്. കീമോ ഓൺലൈൻ രജിസ്ട്രേഷനാണ്. MG CAT ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 5 വരെയാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പഠന വകുപ്പുകളിലും ഇൻ്റർ സ്കൂൾ സെൻറ്ററുകളിലും നടത്തുന്ന MA, MSc, MTTM, അതുപോലെ LLM, MEd, MPES, MBA തുടങ്ങിയിരിക്കുന്ന പ്രോഗ്രാമുകളിലെല്ലാം ഉള്ള അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത്. 2024 പ്രവേശന പരീക്ഷയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോഴും പ്രവേശന പരീക്ഷയുണ്ട്. മെയ് 5 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. പൊതുപ്രവേശന പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും താല്പര്യമുള്ളവർ MG യൂണിവേഴ്സിറ്റിയുടെ MG CAT ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ എയിംസിൽ BSc, MSc പ്രവേശനം രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 26 വൈകിട്ട് 5 മണി വരെ നമുക്ക് ബേസിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. അതിനുശേഷം ഫർദർ പ്രോസസ്സിലേക്കൊണ്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. എയിംസിൽ BSc, MSc പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷനാണ് ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള CU CAT, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് CU CAT 2024 ഏപ്രിൽ 15 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഏപ്രിൽ 15 എന്ന് പറഞ്ഞാൽ ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് അവസാനിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ സെറ്റിന് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, ഹയർ സെക്കൻഡറി അധ്യാപകരാകാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI പ്രവേശന പരീക്ഷയ്ക്ക് ഏപ്രിൽ 15 വരെ, ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി PG പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ, അതായത് കണ്ണൂർ സർവകലാശാല സെൻറ്ററുകളിലെ PG പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ ഏപ്രിൽ 30 വരെയാണ്. അതുപോലെ തന്നെ NIT MCA പൊതുപ്രവേശന പരീക്ഷ NIM CET ഏപ്രിൽ 29 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ JDC കോഴ്സിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടതാണ്. JDCക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടെന്നാണ്. JDCനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കരുതുന്നു. സംസ്ഥാന സഹകരണ യൂണിറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിലും കോളേജുകളിലും ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, അതാണ് JDC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കോഴ്സിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റീവ് സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നതിന് ഇതൊരു യോഗ്യതയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ കുഫോസിൽ PG PhD അപേക്ഷ ഏപ്രിൽ 18 വരെ ചെയ്യാവുന്നതാണ്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ, അതാണ് കുഫോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിഷറീസ്, സമുദ്രശാസ്ത്രം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ 2024-25 വർഷത്തേക്ക് നടത്തുന്ന MFSC 9 വിഷയമുണ്ട് അതിൽ വരുന്നത്. അതുപോലെ MSc 12 വിഷയം വരുന്നുണ്ട്. MPA MTech 5 വിഷയം വരുന്നുണ്ട്. PhD എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ മാരിടൈം സർവകലാശാല IMU, ഇന്ത്യൻ മാരിടൈം സർവകലാശാലയിലെ മെയ് 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. മെയ് 5 വരെ രജിസ്ട്രേഷൻ നടത്താം. ഇന്ത്യൻ മാരിടൈം സർവകലാശാല ക്യാമ്പസുകളിലും അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലും മറ്റും 2024-25 അധ്യയന വർഷം നടത്തുന്ന പ്രോഗ്രാമുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയ്ക്ക് IMU CET ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ജൂൺ 8 ദേശീയ തലത്തിൽ എക്സാം നടക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ മാരിടൈം സർവകലാശാല മെയ് 5 വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ നടത്താനുള്ള അവസരമുള്ളത്.
ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കാവുന്നതാണ്. ഇതുപോലെ ഒത്തിരി ആപ്ലിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ളവയാണെങ്കിൽ നമ്മൾ കയറുക, നോക്കുക, ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസ് വായിക്കുക. ആദ്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഏതിന് രജിസ്റ്റർ ചെയ്യുമ്പോഴും പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ രജിസ്ട്രേഷനും പൈസയുണ്ട്. രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എക്സാമൊക്കെ ഉള്ളതാണെങ്കിൽ അറ്റൻഡ് ചെയ്യണം. വെറുതെ രജിസ്ട്രേഷൻ നടത്തി അറ്റൻഡ് ചെയ്യാതെ അങ്ങനെ കളയരുത്. കാരണം മിക്കവാറും കുട്ടികൾ പാരൻസിൻ്റെ പൈസയാണ് ഉപയോഗപ്പെടുത്തുന്നത്. 500 രൂപ, 1000, 1200, 2500 ഒക്കെ രജിസ്ട്രേഷൻ വരുന്ന പല എക്സാമുകളും ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസായിട്ട് ഇങ്ങനെ കൂടുതൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ ഫീസ് അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളതിൽ നമ്മൾ കയറുക, അന്വേഷിക്കുക. ഇപ്പോൾ കണ്ണൂർ, കാലിക്കറ്റ്, MG സർവകലാശാലകളിലേക്കൊക്കെ വിളിച്ചിരിക്കുന്നത് പ്രധാനമായും പഠന വകുപ്പുകൾ, യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലെ കോഴ്സുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ കീഴിലുള്ള മറ്റ് ഡിഗ്രി PG പ്രോഗ്രാമുകളിലേക്കുള്ള ഇനിയും അപേക്ഷ വരുന്നതാണ്. അഫിലിയേറ്റഡ് കോളേജുകളിലേക്ക് ഇനിയും +2 കഴിയുമ്പോഴേക്കും, നമ്മൾ +2 റിസൾട്ട് വരുമ്പോഴേക്കും ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കൊക്കെ വിളിക്കും. ഇത് സെൻറ്ററുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മിക്കവാറും ഇതിനൊക്കെ എൻട്രൻസ് ഉള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസും ഒക്കെ ഇവർക്കുണ്ട്.